2.5 കൊല്ലം, കൃത്യമായി പറഞ്ഞാൽ 980 പകലിരവുകൾ നെയ്മർ ദായി നിമിഷത്തിനായി നാളുകൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു. മയാമിയിലെ 76 മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡിന് മുന്നിൽ മത്തേവസ് കുഞ്ഞയും കാത്ത് നിൽപ്പുണ്ടയാൾ. ഗ്യാലറിയിൽ നിലക്കാത്ത ആരവങ്ങൾ. കളിയുടെ തുടക്കം മുതൽ തന്നെ ആ ഗ്യാലറിയിൽ നിന്ന് നെയ്മറിനായുള്ള ചാണ്ടുകൾ മുടങ്ങുന്നുണ്ട്. രണ്ടാം പകുതിയിൽ അത് ഉച്ചസ്ഥായിലായി. ഡഗൌട്ടിൽ നിന്നിറങ്ങി അയാൾ പരിശീലനം ആരംഭിച്ചപ്പോൾ ഗ്യാലറിയിൽ ആവേശക്കടലിരമ്പി. ഒടുവിൽ കുഞ്ഞയ്ക്ക് കൈകൊടുത്ത് മൈതാനത്തേക്ക്. മയാമിയിൽ ഫൈനൽ വിസിൽ മുടങ്ങിയപ്പോൾ നെയ്മറിന് സ്വയം നിയന്ത്രണം നഷ്ടമായതുപോലെ തോന്നി. അയാൾ പൊട്ടിക്കരഞ്ഞു. പരിക്ക് അയാളുടെ കരിയറിന്റെ പകുതിയും തിന്നുതീർത്ത് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ സമകാലികരൊക്കെ ഫുട്ബോൾ ലോകത്തെ ആകാശ ദൂരങ്ങൾ പലതും കീഴടക്കി കഴിഞ്ഞു. നെയ്മർ അപ്പോഴൊക്കെ നിസ്സഹായനായിരുന്നു. രാജ്യത്തിനായി ഒരു മേജർ ട്രോഫി പോലും ഷെൽഫിൽ എത്തിക്കാനായിട്ടില്ല. ആകെ കയ്യിലുള്ളത് ഒരു കോൺഫെഡറേഷൻ കപ്പാണ്. 2019 ബ്രസീൽ കോപ്പ അമേരിക്ക കിരീടം അടിക്കുമ്പോൾ അയാൾ ഗ്യാലറിയിലായിരുന്നു. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇനിയൊരു പരിക്ക് അയാളെ സംബന്ധിച്ച് അസഹനീയമായിരിക്കും. ഡോൺ കാർലോ അതുകൊണ്ട് തന്നെ ഏറെ കരുതലോടെയാണ് നെയ്മറിന്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ചാനലുകൾ പതിയെ ഈ മൈതാനങ്ങളിൽ പടർന്നു തുടങ്ങുകയാണ്. ഹോട്ട് ഫേവറേറ്റുകളായൊന്നുമല്ല അവരിക്കുറി ലോകകപ്പിനെത്തിയത്. ആദ്യ പോരിൽ മൊറോക്കോയോട് സമനില വഴങ്ങിയപ്പോൾ ഈ കളിയും കൊണ്ട് എവിടേക്കും എത്തില്ലെന്ന് ആരാധകർ ഉള്ളിൽ പറഞ്ഞതാണ്. ഹെയ്ത്തിക്കെതിരെ മികച്ച മാർജിനിലാണ് ജയിച്ചതെങ്കിലും എതിരാളികളുടെ ചെറുപ്പവും പലപ്പോഴായി അവർ ബ്രസീലിയൻ ഗോൾ മുഖം വിറപ്പിച്ചതുമൊക്കെ ആശങ്കയായി കിടപ്പുണ്ടായിരുന്നു. എന്നാൽ സ്കോട്ട്ലൻഡിനെതിരെ മൈതാനത്ത് ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു ബ്രസീലിനെ ആരാധകർ കണ്ടു. ഡഗൌട്ടിൽ കാർലോ ആഞ്ചലോട്ടി ഇരിപ്പുണ്ട്. മൊറോക്കോയോടൊറ്റ പരാജയത്തിന് ശേഷം അയാൾ ആരാധകർക്ക് ഉറപ്പ് നൽകിയത് ഖത്തർ ലോകകപ്പ് ആവർത്തിക്കില്ലെന്നാണ്. വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ചാണക്യനാണ് കാർലോ. ഈ ടീമിന്റെ ദൗർബല്യങ്ങൾ അയാൾക്ക് നന്നായി അറിയാം. അവയൊക്കെ തിരിച്ചറിഞ്ഞാണ് അയാൾ ടീമിൽ ഇടപെടലുകൾ നടത്തുന്നത്. മൈതാനത്തത് മനോഹരമായി വർക്കാവുന്നു. ഓരോ മത്സരങ്ങൾ പിന്നിടുമ്പോഴും ആശങ്കയുടെ കാർമേഘങ്ങൾ അന്തരീക്ഷം വിട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതീക്ഷയുടെ ആകാശം ആരാധകർക്ക് മുകളിൽ തുറന്നു വരുന്നു. ഡോൺ കാർലോ വിനീഷ്യസ് ജൂനിയർ, ദ ഡഡ്ലി കോംബോ. വിനീഷ്യസ് ദേശീയ കുപ്പായം അണിയുമ്പോൾ കളി മറക്കുന്നു എന്ന ആരോപണം ഏറെക്കാലമായി അന്തരീക്ഷത്തിലുള്ളതാണ്. അയാൾ ഒരു ക്ലബ് പ്രൊഡക്റ്റ് ആണെന്ന് പലരും പരിഹസിക്കാറുണ്ടായിരുന്നു. കാർലോ വന്നു, എല്ലാം മാറി. ബ്രസീലിയൻ ജേഴ്സിയിൽ വിനീഷ്യസിന്റെ ഏറ്റവും മികച്ച വേർഷനെ നിങ്ങൾ കാണുമെന്ന് കാർലോ ആരാധകർക്ക് ഒരിക്കൽ ഉറപ്പു നൽകിയതാണ്. കളിച്ച 3 മത്സരങ്ങളിലും പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം, 3 മത്സരത്തിലും ഗോൾ, 4 ഗോളും ഒരു അസിസ്റ്റുമായി ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ ഇപ്പോൾ 2ാം സ്ഥാനത്ത്. ബ്രസീലിയൻ മുന്നേറ്റങ്ങളുടെ ബാറ്റൺ കാർലോ അയാളുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രതീക്ഷകളുടെ കൂടെ ബാറ്റണാണത്. ഇന്ന് കളി തുടങ്ങി 10 മിനിറ്റ് തികച്ചെടുത്തിട്ടില്ല വിനി ആദ്യ ഗോൾ കണ്ടെത്താൻ. 7ാം മിനിറ്റിൽ സ്കോട്ട് മക്കന്നയുടെ വലിയ പിടവ്. റയാന്റെ പ്രസ്സിൽ നിന്നാണ് ആ പന്ത് വഴിമാറിപ്പോയത്. പന്ത് ബോക്സിൽ ഉണ്ടായിരുന്ന വിനീഷ്യസിന്റെ കാലിലേക്ക്. വിനി ഗോളിക വെട്ടിയൊടിഞ്ഞ് പോസ്റ്റിലേക്ക് നിറയൊടിച്ചു. തുടക്കം മുതൽ തന്നെ സ്കോട്ട്ലൻഡ് ഗോൾ മുഖത്ത് കഠിനമായി പ്രസ് ചെയ്യാൻ തീരുമാനിച്ച കാർലോയുടെ ടാക്ടിക്സിന്റെ വിജയം കൂടിയായിരുന്നു ആ ഗോൾ. 21ാം മിനിറ്റിൽ ഒരിക്കൽ കൂടി വിനി വലകുലുക്കി. ദ സെയിം പാറ്റേൺ, പ്രസ് പ്രസ് ആൻഡ് പ്രസ്. ജാക്ക് ഹെൻഡ്രിക്കാണ് ഇക്കുറി പിഴച്ചത്. വിനി അയാളെ മറികടന്ന് വലകുലുക്കി. എല്ലാ ആഘോഷങ്ങൾക്കും ശേഷം റഫറിയുടെ വാർ പരിശോധന. പ്രസ് ചെയ്യുന്നതിനിടെ വിനീഷ്യസ് സ്കോട്ടിഷ് ഡിഫൻഡറെ ഫൗൾ ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി റഫറി ആ ഗോൾ ഡിസോൾവ് ചെയ്യുന്നു. എന്നാൽ വിനി നിർത്താൻ ഒരുക്കമായിരുന്നില്ല. ആദ്യ ഹാഫിന്റെ സ്റ്റോപ്പേജ് ടൈമിൽ അയാൾ ഒരിക്കൽ കൂടി വലകുലുക്കി. ബ്രൂണോ ഗിമറസിന്റെ ക്രോസിനെ മനോഹരമായ ഒരു ഹെഡറിൽ അയാൾ വലകിലാക്കുന്നു. ആൻഡ് ഹി ഡാൻസ് അഗെയിൻ. 60ാം മിനിറ്റിൽ മത്തേവസ് കുഞ്ഞിയാണ് സ്കോട്ട്ലൻഡ് വധം പൂർത്തിയാക്കിയത്. എഗെയിൻ എ ബ്രൂണോ ഗിമറസ് ബ്രില്യൻസ്. പക്കവെറ്റിയുടെ പാസ് പിടിച്ചെടുത്ത ഗിമറസ് ബോക്സിലേക്ക് കടക്കുന്നു. തനിക്ക് മുന്നിലേക്ക് ഇരമ്പിയെത്തിയ 2 ഡിഫൻഡർമാരെ കബളിപ്പിച്ചയാൾ തനിക്ക് പിറകിലൂടെ വലതുവശത്തേക്ക് കടന്ന കുഞ്ഞയ്ക്ക് പന്തിനെ കൈമാറുന്നു. ഗോൾ കീപ്പർക്ക് എത്തിപ്പിടിക്കാനാകാത്ത ദൂരത്തിൽ കുഞ്ഞ പന്തിനെ വലയിലേക്ക് പായിച്ചു. 3-0. വിനീഷ്യസിന് ഹാട്രിക് തികക്കാൻ പലകുറി പിന്നെയും അവസരം ലഭിച്ചു. നെയ്മറിന്റെ ഒരു അസിസ്റ്റിൽ വലകുലിക്കാൻ ലഭിച്ചൊരു ചാൻസ് ഗോൾ മുഖത്ത് വെച്ച് അവസാനിച്ചു. അത് സ്കോർ ചെയ്തിരുന്നെങ്കിൽ നെയ്മറിന്റെ കംബാക്ക് അവിസ്മരണീയമായനെ. റഫീഞ്ഞയ്ക്ക് പകരം ഇക്കുറി കാർലോയുടെ ഫസ്റ്റ് 11-ൽ ഇടം പിടിച്ച റയാൻ റൈറ്റ് ഫ്ലാങ്കിലൂടെ ഇന്നലെ സ്കോട്ടിഷ് ഗോൾ മുഖത്ത് നിരന്തരം അപകടം വിതച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ആ 19-കാരൻ ഗോളിനരികിൽ വരെ എത്തുന്നുണ്ട്. അരങ്ങേറ്റത്തിൽ അത്ര കാശാവഹമായിരുന്നില്ല റയാന്റെ പ്രകടനം. അതോടെ റഫീഞ്ഞ പുറത്തിരുന്നാൽ എന്തു ചെയ്യും എന്ന ആശങ്കയായിരുന്നു ആരാധകർക്ക്. ഒടുക്കം കാർലോ സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെ പന്ത് തൊട്ട നേരങ്ങളിലൊക്കെ സ്കോട്ടിഷ് ഗോൾ മുഖത്ത് റയാൻ ഒരു വലിയ ത്രട്ടായി അവശേഷിച്ചു. വിനീഷ്യസിന് ആദ്യ ഗോളിലേക്ക് വഴിയൊരുക്കി നൽകിയതും റയാൻ തന്നെയായിരുന്നു. ബ്രസീലിയൻ ഫുട്ബോളിന്റെ ഭാവി ശോഭനമാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു.
2 അസിസ്റ്റുമായി ബ്രൂണോ ഗ്യുമറസ് കളം നിറഞ്ഞ മത്സരം. വിനീഷ്യസിന്റെ 2ാം ഗോളിലും കുഞ്ഞ കുറിച്ച 3ാം ഗോളിലും ഗ്യുമറസ് ബ്രില്യൻസ് നിറഞ്ഞു നിന്നു. മൊറോക്കോക്കെതിരായ മത്സരത്തിന് ശേഷം ഗ്യുമറസ് ഏറെ പടികെട്ടതാണ്. എന്നാൽ അയാൾ ആ കറകളെയൊക്കെ പെട്ടെന്ന് മായ്ച്ചു കളയുന്നു. ടൂർണമെന്റിൽ ഇതിനോടകം 3 അസിസ്റ്റുകൾ ഗ്യുമറസ് തന്റെ പേരിൽ കുറിച്ചു കഴിഞ്ഞു. ഏറെക്കാലത്തിന് ശേഷമുള്ള തന്റെ കംബാക്കിൽ ആരാധകരെ അമ്പെ നിരാശപ്പെടുത്തി കളഞ്ഞൊന്നുമില്ല നെയ്മർ. അയാളുടെ ഉള്ളിൽ ഒരു കനൽ ഇനിയും കെടാതെ എരിയുന്നുണ്ടെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇന്നലെ സ്കോട്ടിഷ് ഗോൾ മുഖത്ത് ബ്രസീൽ ഉതിർത്ത 8 ഓൺ ടാർഗറ്റ് ഷോട്ടുകളിൽ 1 നെയ്മറിന്റെ ബൂട്ടിൽ നിന്നാണ് പാഞ്ഞത്. 3ഓളം ചാൻസുകൾ അയാൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വിനീഷ്യസിനൊപ്പം ബ്രസീലിയൻ മുന്നേറ്റങ്ങളിൽ മത്തേയോസ് കുഞ്ഞിയുടെ കോൺട്രിബ്യൂഷൻസും ഈ ടൂർണമെന്റിൽ വലുതാണ്. ഇതിനോടകം 3 തവണ വലകുലുക്കി കഴിഞ്ഞു കുഞ്ഞ. ടൂർണമെന്റിൽ ബ്രസീൽ കുറിച്ച 7 ഗോളുകളിൽ 4 വിനീഷ്യസിന്റെ വകയും 3 കുഞ്ഞയുടെ വകയുമാണ്. ഇന്ന് ആദ്യ പകുതിയിലും വലകുലിക്കാൻ കുഞ്ഞിക്ക് അവസരം ലഭിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യം ഗോൾ മുഖത്ത് കോട്ടകെട്ടി. ടൂർണമെന്റിന് മുമ്പ് ബ്രസീലിന്റെ വിംഗ് ബാക്കുകളെ വലിയ ആശങ്കയായി ഉയർത്തിക്കാണിച്ചിരുന്നു ഫുട്ബോൾ പണ്ഡിറ്റുകളും ആരാധകരും. വെസ്ലി പരിക്കേറ്റ് പുറത്താവുക കൂടി ചെയ്തതോടെ ആ ആശങ്ക ഇരട്ടിച്ചു. എന്നാൽ ലെഫ്റ്റിൽ ഡഗ്ലസ് സാന്റോസ് ആരാധകർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന പ്രകടനങ്ങളാണ് ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം റൈറ്റിൽ വെസ്ലി ഓടിച്ചിട്ട വിടവ് വലുതു തന്നെയാണെന്നാണ് ആരാധകർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ഗോൾ വലയ്ക്ക് മുന്നിൽ ഇന്ന് അലിസൺ ബെക്കറിന്റെ പ്രകടനവും എടുത്തു പറയണം. ക്രൂഷ്യൽ സേവുകളുമായി അലിസൺ ഗോൾ മുഖത്ത് നിറഞ്ഞു നിന്നു. 5 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് സ്കോട്ട്ലൻഡ് ഇന്ന് ബ്രസീലിയൻ ഗോൾ മുഖത്ത് ഉതിർത്തത്. അതിലൊന്നുപോലും അലിസനെ കടന്ന് വലയിലായില്ല. ഇന്നലെ വരെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഇല്ലാതിരുന്ന വിനീഷ്യസ് ഒടുന്നനെയാണ് 4 ഗോളുകളുമായി 2ാം സ്ഥാനത്തേക്ക് കയറിയത്. ചരിത്രത്തിൽ ലോകകപ്പിലെ ആദ്യ 3 മത്സരങ്ങളിലും വലകൊലുക്കുന്ന 4ാമത്തെ ബ്രസീലിയൻ താരമാണ് വിനീഷ്യസ്. മുമ്പ് റിവാൾഡോയും റൊമാരിയോയും റൊണാൾഡോ നസാരിയോയുമാണ് ഈ നേട്ടത്തിൽ തൊട്ടത്. ഇന്നലെ മത്സരത്തിന് ശേഷം വിനീഷ്യസും നെയ്മറും ആലിംഗനം ചെയ്ത് നിൽക്കുന്നൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.